ഞാൻ ചിരിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ നിർത്തൂല. ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ? ഏത് സമയം ബുക്ക് ചെയ്യട്ടെ? എമിറേറ്റ്സ് വേണം. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ രേവതി ജയംബാബു ബുട്ടീക്കിൽ ഭയങ്കര വെയിറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. കാത്തിരുന്ന് എന്റെ സ്വന്തം നമ്മൾ ഫൈനലി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയതാണ് കുറെ നാൾക്ക് ശേഷം. ഞാനൊരു 1 year ആയിട്ട്, 1 ആണ് അച്ഛ, എത്ര വർഷമായി? 2 വർഷമായിട്ട് ചോദിക്കുകയാണെന്ന് തോന്നുന്നു അച്ഛ ഒരു ഇന്റർവ്യൂവിന് എന്റെ കൂടെ ചെയ്യോ എന്നുള്ളത്. അങ്ങനെ ഫൈനലി ഇന്ന് അച്ഛൻ സമ്മതിച്ചു. താങ്ക് യു സോ മച്ച്. എല്ലാം പെട്ടെന്നായിരുന്നു, പക്ഷെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി. സോ സർ, അപ്പോൾ ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ബുട്ടീക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. തുടക്കം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ പൂർണ്ണമായ നടത്തിപ്പ് രേവതിയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറി അഡ്വൈസ് ചെയ്യാൻ പാടില്ല. ഫുൾ വിട്ടു കൊടുത്തതാണ്. അതെ, രേവതിയുടെ ഐഡിയ, രേവതി സെലക്ട് ചെയ്ത സബ്ജക്റ്റ് ഒക്കെയാണ്. അപ്പൊ പിന്നെ അതിൽ സപ്പോർട്ടിന് കുറവൊന്നുമില്ല. എന്തോ എങ്ങനെയാണ് അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നത്? അച്ഛൻ നമുക്ക് നമ്മുടെ ഞാൻ ഇന്റർഫിയർ ചെയ്യാതിരിക്കുന്നതിന്റെ സപ്പോർട്ട്, അതാണ് സപ്പോർട്ട്. മനസ്സിലായി? അച്ഛൻ ഒരു രീതിയിലും ഇന്റർഫിയർ ചെയ്യില്ല, അതാണ് സപ്പോർട്ട്. സോ നമുക്ക് ഭയങ്കരമായിട്ട് അറിയേണ്ടതാണ് മാം പണ്ട് എങ്ങനെയാണ്. ഇപ്പൊ സ്കൂൾ തൊട്ട് മാമിന്റെ ഇതുപോലെ തന്നെയായിരുന്നോ അതോ ഞാൻ ഡിസൈൻ ആവുമെന്ന് വിചാരിച്ചോ? ഇല്ല. രേവതി കൊച്ചുനാളില് വരയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതെ അതൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഡാൻസിൽ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ അതൊന്നും ഞാനെന്ന് ഒത്തിരി തിരക്കുള്ള ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഡാൻസ് ട്രെയിനിങ് സ്ഥലത്ത് കൂടെ പോവാനും പ്രാക്ടീസ് ചെയ്യാവുന്ന സമയത്ത് കൂടെ പോകാനൊന്നും കഴിയുമായിരുന്നില്ല. എന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ പോയി അതിന്റെ മാസ്റ്റർമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്തിന് എന്നെ അവിടെ നിന്ന് നിർത്തരുത്, ഇവിടെ ഡാൻസ് പഠിപ്പിക്കരുത് എന്ന് പറയാൻ എനിക്ക് എന്റെ മനസ്സുണ്ടായിരുന്നത് നന്നായിട്ട് പഠിത്തത്തിൽ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു. ഞാൻ IAS ഓഫീസറോ അല്ലെങ്കിൽ പഠിത്തത്തിൽ ഭയങ്കര ഇതാവണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അതെ, പഠിത്തം. പക്ഷെ ഞാൻ ആണോ അല്ലേ? അല്ലേ, അത് കഴിഞ്ഞിട്ട് കോളേജിൽ ചേർന്ന് അല്ല നിക്ക് അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയട്ടെ കോളേജിൽ ചേർന്ന് എങ്ങനെയാന്ന്. അല്ലേ, ഈ ഹോളി ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. അവിടെ അന്ന് പ്രിൻസിപ്പലായിരുന്ന ഒരു കന്യാശ്രീ മാമുണ്ട്. അവര് ഈ ആർട്ടിലൊക്കെ ഒരു താല്പര്യമുള്ളതാണ്. രേവതിയെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ചത് അവരാണ്. അതോടൊപ്പം തന്നെ അവർ ഡാൻസ് അത് ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അവർ എന്നോട് പറഞ്ഞു, ഈ സാറ്, അന്ന് ഞാൻ തിരുവനന്തപുരത്ത് മേയറാണ്, അപ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, അവർ കൂടുതൽ ഇംഗ്ലീഷിലാണ് പറയുന്നത്, സമൂഹത്തിന് വേണ്ടി താങ്കൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് മോളുടെ കാര്യം ഞങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചോളാം. അങ്ങനെ കുറച്ചു നാള് ഹോളി ഏഞ്ചൽസിലെ ബോർഡിങ്ങിൽ ബോർഡിങ്ങിൽ അപ്പൊ മറ്റേ പ്രിൻസിപ്പല് എന്റെ പേരെന്താണ്, സിസ്റ്റർ ലൂയിസ പറഞ്ഞ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയും ഒക്കെ ലൈഫിൽ കൊണ്ടുവരാൻ നമുക്ക് ഈ ബോർഡിങ് ലൈഫ് പറ്റും. അവിടെയാണെങ്കിൽ 4:30 മണിക്കോ എണീക്കണം, വല്ല നടക്കോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് പ്രയർ, അത് കഴിഞ്ഞിട്ട് സ്റ്റഡി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഇങ്ങനെ ഒരു സിസ്റ്റമാണല്ലോ. പക്ഷെ ഞാൻ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു ഇൻ 1 month. കാര്യം ഉറക്കം വരണ്ടായിരുന്നു, ഡോമിറ്ററി കിടന്നിട്ട്. അപ്പൊ വലിയ താമസിക്കാതെ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ആ ബെഡും ബോർഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യമൊക്കെ അവിടെ തന്നെ ദാനം ചെയ്തു ഞാൻ. വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. ഒരു മാസം ഉണ്ടായിരുന്ന ആ ഒരു മാസത്തിൽ ഞാൻ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. ഒരു മാസത്തില് മിക്ക ദിവസവും ഞാൻ അവിടെ പോകേണ്ടി വന്നു. അത് തന്നെ, അത് അവിടെ ഓരോ ഇഷ്ടക്കേടൊക്കെ പറയും. അപ്പൊ കരച്ചിലുണ്ട്. അതല്ല, ഈ
അവിടെ നിൽക്കാൻ വയ്യ, വീട്ടിൽ നിൽക്കണം. അതിനുവേണ്ടി സിസ്റ്ററുമായിട്ടൊക്കെ സംസാരം പോകണമെന്നൊക്കെ പറയും. അപ്പോൾ അന്ന് മൊബൈലിൻ്റെയൊക്കെ തുടക്കക്കാലമാണ്. അപ്പോൾ സിസ്റ്റർ തന്നെ പറയും, ഈ കുട്ടികളാണ് എനിക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ആ കാലമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അത് ആ സ്കൂളിലെ പഠനം, അവിടുത്തെ ട്രെയിനിങ്ങും എല്ലാം ലാംഗ്വേജിൻ്റെ കാര്യത്തിലും ബിഹേവിയറിൻ്റെ കാര്യത്തിലെല്ലാം ഇവിടെ രേവതിയെ മോൾഡ് ചെയ്യുന്നതിൽ വലിയ പങ്ക്. അത് മറ്റു സ്കൂളിലൊന്നും കിട്ടാത്ത ഒരു സംഗതിയാണ്. സോ ഫാഷൻ ഡിസൈനിങ് എനിക്ക് സ്കൂൾ കഴിഞ്ഞ് പഠിക്കണം. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛൻ എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ പറഞ്ഞറിയോ, ഫാഷൻ ഷോ അതൊന്നും ഈ വീട്ടിൽ പറ്റൂല, ഞാൻ സമ്മതിക്കൂല എന്നാണ് പറഞ്ഞത് ഫസ്റ്റ്. അന്ന് ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഈ സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞൂടായിരുന്നു. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരോട് ചോദിച്ചു, ഇങ്ങനെ മകള് പറയുകയാണ്. പക്ഷെ ബൈ ദെൻ നിഫ്റ്റിന്റെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞു. ഇറ്റ് ഹാപ്പൻസ് മച്ച് ഏർലിയർ, വേ ബിഫോർ ദി എക്സാംസ് ആൻഡ് ഓൾ ദാറ്റ്. പബ്ലിക് എക്സാംസിന് മുന്നേ ആണ് എൻട്രൻസ്. അപ്പോൾ അത് കാരണം ഇറ്റ് ഗോട്ട് ഓവർ, ഓർ റാദർ ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ 1 more year. അത് ചെയ്തില്ല. അപ്പം ഹി വാസ് ലൈക്ക് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഇസ് പേൾ അക്കാഡമി. മാർവാനിസ് കോളേജിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കുകയാണ്. എനിക്ക് അഡ്മിഷൻ കിട്ടി, പക്ഷെ അത് കളഞ്ഞിട്ട് ഞാൻ അപ്പോൾ അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കുമ്പോൾ അവിടുത്തെ ഡാൻസ് കോമ്പറ്റീഷൻ എല്ലാം രേവതി ചെയ്തു. എല്ലാത്തിനും പ്രൈസ് വേണം. അപ്പോൾ പ്രൈസ് എല്ലാത്തിനും കിട്ടും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പേൾ അക്കാഡമിയിൽ അവരുടെ എൻട്രൻസ് എക്സാമിനേഷൻ എറണാകുളത്ത് വെച്ചു. അത് ഓൺലൈനിലൊക്കെ അപേക്ഷ കൊടുത്ത അവിടെ പോയി എക്സാമിനേഷൻ, റിട്ടേൺ എക്സാമിനേഷൻ ആണ്. ഞാൻ നോക്കിയപ്പോൾ ആദ്യം രേവതി ഇറങ്ങി വരുന്നു. അപ്പോൾ മറ്റു കുട്ടികൾ ആരും പുറത്തിറങ്ങിയില്ല. അപ്പൊ ഞാൻ ധരിച്ച് ഈ പേപ്പറെല്ലാം അവിടെ കൊടുത്തിട്ട് ഇങ്ങ് പോകുന്നു. അങ്ങനെയാണ് ഞാൻ ധരിച്ചത്. അപ്പോ മാനേജ്മെന്റ് കോട്ടയിലും എല്ലാം പോകേണ്ടി വരുമോ? അപ്പോഴും എന്റെ അച്ഛന് വിശ്വാസമൊന്നും ഇല്ല. ഞാൻ എൻട്രൻസ് എഴുതുമ്പോഴും എന്റെ അച്ഛന് ഒരു വിശ്വാസമില്ല. അച്ഛൻ ഞാൻ പോവാ, ഞാൻ ഫസ്റ്റ് ഇറങ്ങിയെന്ന് കണ്ടപ്പോഴേ അച്ഛൻ പോവാന്ന് പറഞ്ഞുള്ള പ്ലാനായിരുന്നു. പിന്നെ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ അച്ഛൻ നിന്റെ ഇന്റർവ്യൂവിന് വിളിച്ചോന്നുള്ളത്. അങ്ങനെ എന്നിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോഴും പുള്ളി വിചാരിച്ചത് ചെന്നൈയിലായിരുന്നല്ലോ എന്റെ കോളേജ്, ചെന്നൈയൊക്കെ കണ്ട് വെറുതെ വരാം എന്നുള്ള സീനിലാണ് നമ്മളെല്ലാവരും കൂടി ചെന്നൈ പോകുന്നത്. അപ്പോഴും എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു കിട്ടുമെന്ന്. പക്ഷെ they were just taking it light. പിന്നെ എപ്പോഴാണ് വിശ്വാസം വന്നത് എനിക്കെന്ന് അറിഞ്ഞൂടാ, ഒന്ന് പറയൂ. അല്ലേ, ഒരു ഫീൽഡ് സെലക്ട് ചെയ്ത് അതിൽ നന്നാവുമെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ കുഞ്ഞിലെ മറ്റേ പെയിന്റ് ചെയ്ത് വേറൊന്നും ഇല്ലാതെ പാത്രത്തിൽ പെയിന്റ് ചെയ്ത് തുടങ്ങി. മറ്റേ ഗ്ലാസ് പെയിന്റിംഗ് ഇല്ലേ, സെറാമിക്കില്, അത് കപ്പില്, അതില് എല്ലാത്തിനും ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇവര് ശ്രദ്ധിച്ചില്ല എന്നെ. അല്ലേ, ശ്രദ്ധിച്ചില്ലെന്ന് പറയാൻ നോക്കൂല. ഒരു ഡ്രോയിങ് മാസ്റ്റർ നമ്മളെ അവിടെ അടുത്തുണ്ട്. ഞാൻ രേവതിയും കൂട്ടി അവിടെ കൊണ്ട്, അദ്ദേഹം ഞാനുമായിട്ടൊക്കെ നല്ല അടുത്തുള്ള ആളെ കൊണ്ട് ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എഞ്ചിനീയറിംഗ് കുട്ടികൾ പലരും ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്, അവരുടെ റെക്കോർഡൊക്കെ വരയ്ക്കാൻ വേണ്ടി. അതൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞ സാറൊന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. ആ പോയത് തന്നെ. അത് ഇതെപ്പോഴെന്ന് അറിയാമോ, വെക്കേഷൻ ആണ്. അപ്പൊ ഞാൻ വീട്ടിൽ ഇരുന്ന ഇവർക്ക് ശല്യമാണ്. അത് കാരണം എവിടെയെങ്കിലും കൊണ്ടാക്കണം എന്നുള്ള ഇതിലാണ്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദിസ് സിനാരിയോ, എല്ലാവർക്കും ഉള്ള ഒരു ജനറൽ ഡൗട്ട് അല്ലെങ്കിൽ എല്ലാവരും വിചാരം അച്ഛനും അമ്മയും ഒക്കെയാണ്, അല്ലെങ്കിൽ അച്ഛന്റെ പൈസ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നുള്ള. അതൊന്ന് പ്ലീസ് മേക്ക് ഇറ്റ് വെരി ലൗഡ് ആൻഡ് ക്ലിയർ, എവരിബഡി ലിസൺ. അച്ഛാ പ്ലീസ് കം ഓൺ. അത് ശരിയല്ല. ഞാൻ ഒരു പബ്ലിക് ലൈബിൽ ഒരു പൊതുരംഗത്തെ പ്രവർത്തകനാണ്, ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ്. ഞാനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു സപ്പോർട്ട്, ഫൈനാൻഷ്യലായിട്ടൊരു സപ്പോർട്ട് രേവതിക്ക് കൊടുക്കാനില്ല, എനിക്കില്ല. പിന്നെ സ്വാഭാവികമായിട്ട് പലരും എന്നെ അറിയുന്നുള്ളത് കൊണ്ട് ചിലർ അറിയാമെന്ന്
പറയുകയും സഹായിക്കാമെന്ന് പറയുകയൊക്കെ ചെയ്ത് ഫൈനാൻഷ്യലി അല്ല. അങ്ങനെ ആരും സഹായിച്ചില്ല. ആരും ആരുടെ സൈഡും ആവാൻ പാടില്ല. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. ഇതാരാ പറഞ്ഞത്? അച്ഛനല്ല, മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്. രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി പറഞ്ഞു സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. മാമിന് ഭയങ്കര ഒരു അറിയണമെന്നൊരു കാര്യമായിരുന്നു. ഇവിടെ ബുട്ടീക്കിന് മാമിന്റെ പേര് തന്നെ ഇട്ടുണ്ടെങ്കിൽ സാറിന് എന്തെങ്കിലും എന്തായിരുന്നു എക്സ്പെക്ട് പ്രതീക്ഷിച്ച പോലും ഇല്ലെന്നോ? ഇല്ലല്ല, ഞാൻ ഈ പേര് ഇടുന്നത് എനിക്കറിഞ്ഞൂടായിരുന്നു. ഇതൊക്കെ വേണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതെന്തുകൊണ്ടാ? അല്ല, ഞാൻ വേറെ പബ്ലിക്കായിട്ടുള്ള ധാരാളം ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന പല കോമൺ നെയിംസ്, പേഴ്സണൽ നെയിം അല്ല, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരുപാട് പേരുകൾ ഇങ്ങനെ കാണാമല്ലോ. അതുപോലത്തെ ഒരെണ്ണം പോരായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പല ഈ ഫീൽഡിൽ ഉള്ളവരും ഫിലിം ഫീൽഡിലുള്ളവരൊക്കെ ചിലർ എന്നെ അറിയാം, രേവതിയും ചിലരൊക്കെ അറിയാം. അപ്പോൾ അവർ പറഞ്ഞത് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തില്ലേ, അത് നല്ല കാര്യമാണ്, അത് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അല്ലാതെ ഈ പേരിടുന്നതിലൊന്നും എൻ്റെ ഒരു സജഷനും ഇല്ല. കംപ്ലൈന്റ് വന്നാൽ എൻ്റെ പേര് കൂടെ എന്നുള്ള പേടി എനിക്ക് പറഞ്ഞുണ്ടായിരുന്നു. അല്ല, ഇനി റോയൽറ്റി വേണം, പേര് വെച്ചില്ല, ഇനി കംപ്ലൈന്റ് ഒന്നും വന്നില്ലല്ലോ. ഇനി അച്ഛന് ഇങ്ങോട്ട് പൈസ വെറുതെ രേവതി മാത്രം വെച്ചാൽ മതിയായിരുന്നു, പിന്നെ അച്ഛൻ്റെ ഇരിക്കട്ടെ. രേവതിയുടെ സ്വന്തം ഇനിഷ്യേറ്റീവും ഒരു ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കണം അച്ഛൻ്റെ പബ്ലിസിറ്റിയും അതിനുള്ള കോണ്ടാക്റ്റും ഒക്കെ രേവതി നേരിട്ടെടുത്തത് തന്നെയാണ്. അതിലൊന്നും എൻ്റെ പേര് എവിടെയെങ്കിലും പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ തുടക്കത്തിൽ വീട്ടിൻ്റെ അപ്സ്റ്റെയറിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുറെ 1-2 വർഷങ്ങൾ അതിൽ റെന്റ് കൊടുക്കാതെയും മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ, അങ്ങനെ ഒരു സപ്പോർട്ടർ ഉണ്ടായിരുന്നു. അത് ചെറിയ കാര്യമല്ല. സ്ഥലം തന്നു, ഇത് അമേരിക്കന്നല്ല റെന്റ് തരാൻ അച്ഛന്. അതും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കുക. നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു നില കംപ്ലീറ്റ് കൊടുത്തിരിക്കുക. CM-നെ പോയി കണ്ടു കൊടുത്തതും അതൊന്നും എൻ്റെ അച്ഛൻ ത്രൂ ഒന്നുമല്ല. ഓഫ് കോഴ്സ് അച്ഛൻ്റെ മോളെന്നുള്ള രീതിയിലാണ് എനിക്ക് അറിയാവുന്നത്. ബട്ട് ദെൻ ഞാൻ അവിടെ പോയി എത്തുന്ന ഹി ഗോട്ട് ടു നോ ഞാനിങ്ങനെയാണെന്നുള്ളത്. വൈഫിൻ്റെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ പോയതായിരുന്നു. സോ ദാറ്റ് ഹാപ്പൻഡ്. ദാറ്റ് ഇസ് സംതിങ്. അല്ലേ, അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചീഫ് മിനിസ്റ്ററാണ്. ഇവിടെ കൊച്ചുനാളിലെ അറിയാം, നമ്മുടെ അടുത്ത ആണ് താമസം. ഡ്രസ്സ് വാങ്ങി അദ്ദേഹം ഇരുന്നു. സഭ കഴിഞ്ഞിട്ട് ഇതിന്റെ ഫോട്ടോ എടുക്കണം. അദ്ദേഹം വീണ്ടും എണീറ്റ് അത് പിടിച്ചോ, ഇതിൽ പിടിച്ച് വീണ്ടും. അപ്പൊ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം എഴുപ്പിച്ച്. അപ്പൊ ഞാൻ വെച്ച് മാറിയിരിക്കുകയായിരുന്നു. ദേവബാ കൂടെ വാ ഹോട്ടലിൽ. അപ്പൊ നമ്മുടെ കൂടെ വന്ന ഒരാള് ഇവിടെ ഒരു ഫ്രണ്ടാണ്, എനിക്കൂടെ ഫോട്ടോ എടുക്കാം. ഓക്കെ, എന്റെ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് തന്നാ ഇടുവോ? ഡിഫറെന്റ് ആയിട്ട് ഞാൻ വൈറ്റ് ആണ് സ്ഥിരമായി എടുക്കുന്നത്. ഡിസൈൻ ഞാൻ ഇടില്ല. ഞാൻ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ. ഞാൻ നോക്കുമ്പോ എന്റെ അച്ഛന് അഡിഡാസിന്റെ ഷൂസ് ഒക്കെ ഓർഡർ ചെയ്ത് വന്നിരിക്കുക. രാവിലെ അതൊക്കെ ഇട്ടിട്ടാണ് നടക്കാൻ പോണത്, ട്രാക്സും കാര്യങ്ങളൊക്കെ. സോ ഐ കാണ്ട് പിക്ചർ മൈ ഫാദർ ലൈക്ക് ദാറ്റ്. അപ്പൊ ഞാൻ പോയി ചോദിച്ചു, അച്ഛൻ ഇത് ആര് പറഞ്ഞു ഇതൊക്കെയാണ്, ഹൗ ഡിഡ് യു നോ അഡിഡാസ് ഇസ് ദ ബെസ്റ്റ് ആൻഡ് ഹൗ ഡിഡ് യു ഓർഡർ എന്നൊക്കെ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കൂടി ഒരെണ്ണം ഓർഡർ ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാമോ? എന്തിനിട്ടിട്ട് കിടന്നുറങ്ങാനാണ്. ബിക്കോസ് രാവിലെ ഞാൻ എഴുന്നേറ്റ് കൂടെ പോവാണെങ്കിൽ മേടിച്ചു തരാം എന്നുള്ള രീതിയിൽ. അതേ ഒരു സ്പോർട്സ് താരം വെട്ടി വന്നു അയാള്. അപ്പൊ ഞാൻ സാധാരണ ഒരു ഷൂസ് ഇട്ട് നടക്കാൻ പോകുന്നു. അപ്പൊ അയാള് പറഞ്ഞത് കാലിന്
ഫ്യൂച്ചറിൽ കേടുവരും. അത് ഞാൻ ഷൂസും സോക്സും ഒക്കെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അയാൾ കൊണ്ടുവന്നു. അതുപോലെ അച്ഛന് ഞാനല്ലേ ബ്രാൻഡഡ് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരൂല, അതൊക്കെ ഇഷ്ടമാണോ? അത് നല്ല കംഫർട്ടബിൾ ആണ്. ഐ ഇൻട്രൊഡ്യൂസ് മൈ ഫാദർ ടു ബർക്കിൻസ്റ്റോക്സ്, ഇപ്പൊ ബ്രാൻഡഡ് വാച്ചസ്. അത് മുമ്പൊന്നും ഞാൻ അതൊന്നും ഇടില്ലേ. അവിടെ വില കേട്ടപ്പോഴേ ഞാൻ എണീറ്റ് പോയതാ. അവിടെ പോയി ഞങ്ങൾ ഇത് സെലക്ട് ചെയ്ത് എല്ലാം ഇതായപ്പോഴത്തേക്ക് അവര് പറഞ്ഞു 12,000 rupees ഉള്ളു. ഞാൻ അച്ഛൻ പോവാന്ന് ഞാൻ പറഞ്ഞു, കാശൊരു വിഷയമല്ല, മനസ്സിലായി. എന്താ വെച്ചാൽ രണ്ടെണ്ണം പാക്ക് ചെയ്തെടുക്കുന്നു. എന്നിട്ട് കുറച്ച് നാൾ കംപ്ലൈന്റ് ആയിരുന്നു, ഇത്രയും വിലയുള്ള ഇട്ടിട്ട് ആരും ചോദിക്കണില്ല. ഞാൻ പറഞ്ഞ സർക്കിൾ മാറ്റി അച്ഛന്റെ, മനസ്സിലായില്ല. ആ കുറച്ച് ബ്രാൻഡഡ് സാധനം ഇടുന്ന ആൾക്കാരോട് നടന്നാലേ പറ്റുള്ളൂ. അതല്ല, ഒരു മരണ വീട്ടിൽ പോകാൻ പറ്റില്ല, തിരിച്ചു വരുമ്പോ ചെരുപ്പാണ്. പിന്നെ ഒരിടത്ത് പോയപ്പോ അച്ഛൻ്റെ ചെരുപ്പ് അടിച്ചോണ്ട് പോയി. ഡോക്ടറെ കാണാൻ പോയി. കാണാൻ പോയിട്ട് തിരിച്ചറിയാൻ ചെരുപ്പില്ല. ഐ ഹോസ്പിറ്റൽ ഇവിടെ ഐ ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണ്. ഹോസ്പിറ്റലിൽ പോയി നല്ല ചെരുപ്പായിരുന്നു. ഞാൻ വാങ്ങിച്ചല്ലോ വേറെ. അത് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോ ഇല്ല. നമ്മൾ അക്ഷര പരിചയപ്പെടുത്തില്ല. അക്ഷര ഇസ് വർക്കിംഗ് ഫോർ മീ. എൻ്റെ ഇന്റർനായിട്ട് വന്നാൽ ഷീ ഈസ് കംപ്ലീറ്റിംഗ് 4 months ഹിയർ. നിഫ്റ്റിലെ ഗ്രാജുവേറ്റ് ആവാൻ പോവാണ്. കാവ്യ വാടാ മലപ്പുറം. നമ്മുടെ ഇന്റേൺ ആണ്. ദിസ് ഇസ് ഇവിടുത്തെ ഹെഡ് ഡിസൈനർ ഉണ്ണിമായ ഇന്റേൺ, റോജിഷ ഇന്റേൺ. എല്ലാവരും കിടിലം, they support me a lot. അയ്യോ അതിനെ ആരെങ്കിലും ഒരാളെ പോയി ക്യാമറ എടുക്കും. അതിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വിശ്വസിക്കാവുന്ന ആളാണ്. ഞാൻ പറഞ്ഞു വിട്ടാൽ തന്നെ പോവില്ല എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. സോ ഇറ്റ്സ് ബിൻ കുറച്ച് നാളായി. കൂടുതൽ പുകഴ്ത്തിയെന്നും പറയല്ലോ. സോ എനിവേ താങ്ക് യു ടീം, താങ്ക് യു സോ മച്ച്. അച്ഛാ താങ്ക്സ് എ ലോട്ട്. ഒരുപാട് വർഷം കാത്തിരുന്നെങ്കിലും thank you for coming and doing an interview with me. എല്ലാത്തിനും ടൈം ഉണ്ട്, മോഹൻലാൽ പറയുമ്പോൾ. അതെ, എല്ലാത്തിനും